കൃഷ്ണ പ്രണാമം. ശ്രീ ഭഗവാനുവാചയിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീ ഭഗവാനുവാചയിലൂടെ അമൂല്യമായ ആധ്യാത്മിക വിഷയങ്ങൾ വളരെ ചുരുക്കത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം. നാം ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് ഭഗവത്ഗീതയിലെ 4ാമത്തെ പ്രധാനപ്പെട്ട ശ്ലോകമാണ്. 4ാമത്തെ പ്രധാനപ്പെട്ട ശ്ലോകം 2ാമത്തെ അധ്യായത്തിലെ 12ാമത്തെ ശ്ലോകമാണ്. ശ്ലോകം: നത്വേവാഹം ജാതുനാസം നത്വം നേമേ ജനാധിപഃ ന ചൈവാ ന ഭവിഷ്യാമഃ സർവേ വയമദപരം. വിവർത്തനം നമുക്ക് മനസ്സിലാക്കാം. ഞാൻ ഇല്ലാതിരുന്ന ഒരു കാലവും ഉണ്ടായിട്ടില്ല, അതുപോലെ നീയും ഈ കാണുന്ന രാജാക്കന്മാരും എന്നും ഉണ്ടായിരുന്നു. നാം ആരും ഒരിക്കലും ഇല്ലാതാവുകയുമില്ല. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാൻ കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ച് അർജുനനോട് പറയുന്ന വാക്കുകളാണിത്. അദ്ദേഹം പറഞ്ഞ വാക്കുകളെ അപൗരുഷയം എന്ന് വിളിക്കുന്നു. അപൗരുഷയം എന്നാൽ ഈ ഭൗതിക ലോകത്ത് 4 തരം ന്യൂനതകളുള്ള മനുഷ്യർ പറയുന്ന വാക്കുകളിൽ നിന്നും വ്യത്യാസമാണ് അവ എന്നർത്ഥം. സാധാരണക്കാരന് തീർച്ചയായും തെറ്റുപറ്റാം. അയാൾക്ക് മറ്റുള്ളവരെ ചതിക്കുവാനുള്ള പ്രവണതയുണ്ട്. അയാളുടെ ഇന്ദ്രിയങ്ങൾ അപൂർണങ്ങളാണ്. അയാൾ മായക്ക് വശംവദനാണ്. ഇങ്ങനെ 4 ന്യൂനതകളുള്ള ഒരാൾക്ക് സർവവ്യാപകമായ ജ്ഞാനത്തെക്കുറിച്ച് പ്രതിപാദിക്കുവാൻ ഒരിക്കലും കഴിയുകയില്ല. എന്നാൽ പരമസത്യവും പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന് മാത്രമേ അത് കഴിയുകയുള്ളൂ. കഴിഞ്ഞ ശ്ലോകത്തിലൂടെ ഭഗവാൻ അർജുനനിലൂടെ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തന്നിരിക്കുന്നു ആത്മാവിന്റെ അത്ര പ്രാധാന്യം ഈ ഭൗതിക ശരീരത്തിന് ഇല്ല എന്ന്. മരണശേഷം അഗ്നിയിൽ ദഹിപ്പിക്കുന്ന ശരീരം ചാരമായി മാറുന്നു. മണ്ണിൽ മറവു ചെയ്യുന്ന ശരീരം മണ്ണാകുന്നു. വലിച്ചെറിയപ്പെടുന്ന ശരീരങ്ങൾ മറ്റു പക്ഷി മൃഗാദികൾ ഭക്ഷിച്ച ശേഷം കാഷ്ടമായി മാറുന്നു. ഭൗതിക ശരീരം ശാശ്വതമല്ല. എന്നാൽ ഭഗവാൻ ഇവിടെ അർജുനനോട് പറയുന്നു, ഞാനും നീയും ഈ കാണുന്ന ജനങ്ങൾ എല്ലാം തന്നെ പണ്ടുണ്ടായിരുന്നു, ഇനി ഭാവിയിൽ ഉണ്ടാവുക തന്നെ ചെയ്യുമെന്ന്. ഭഗവാൻ ഇവിടെ ഉദ്ദേശിച്ച വ്യക്തിത്വം ഭൗതികമല്ല, മറിച്ച് ആത്മീയ വ്യക്തിത്വമാണ്. കഠോപനിഷത്തിൽ പറയുന്നു, നിത്യോ നിത്യാനാം ചേതനശ്ചേതനാനാം ഏകോ ബഹുനാം യോ വിദധാതി കാമാൻ. സർവോത്കൃഷ്ടനായ ഭഗവാൻ ഒരു വ്യക്തിയാണ്. നാം എല്ലാവരും വ്യക്തികൾ തന്നെ. എന്നാൽ അദ്ദേഹം ഏകനാണ്, നിത്യവും. അദ്ദേഹത്തിന്റെ വിഭിന്ന അംശങ്ങളായ നാം അസംഖ്യങ്ങളാണ്, നിത്യാനാം. അദ്ദേഹം എല്ലാത്തിന്റെയും പരിപാലകനാണ്. ഭഗവാൻ ഒന്നേയുള്ളൂ. അദ്ദേഹത്തിന് ഉപരിയായോ സമനായോ ആരും തന്നെയില്ല. ഈശ്വര പരമാ കൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ. ഈശ്വരൻ പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാനാണ്. അദ്ദേഹം സച്ചിദാനന്ദ രൂപനാണ്. ഏകോ ബഹുനാം യോ വിദധാതി കാമാൻ. അദ്ദേഹമാണ് എല്ലാത്തിന്റെയും പരിപാലകൻ. സർവേശ്വരനായ ഭഗവാൻ എല്ലാ ജീവജാലങ്ങളെയും അവരുടെ കർമ്മങ്ങൾക്കനുസരിച്ചും അതിന്റെ പ്രതികരണങ്ങൾക്കനുസരിച്ചും വ്യത്യസ്തമായ പരിതസ്ഥിതികളിൽ അവയെ സംരക്ഷിച്ചു പോരുന്നു. അവരുടെ ഹൃദയത്തിൽ പരമാത്മാവ് രൂപേണെ ഭഗവാൻ കുടികൊള്ളുന്നു. അവരുടെ ബദ്ധാവസ്ഥയിലും മുക്താവസ്ഥയിലും എല്ലാ ജീവസത്തുക്കളെയും ഭഗവാൻ സംരക്ഷിക്കുന്നു. അദ്ദേഹത്തിന്റെ ശാശ്വത അംശങ്ങളായ നാം അദ്ദേഹത്തിൽ ഗുണത്തിൽ തുല്യരാണ്, എന്നാൽ അളവിൽ വ്യത്യാസവും. കടലിലെ വെള്ളവും വെള്ളത്തുള്ളിയും പോലുള്ള വ്യത്യാസം. അദ്ദേഹം പരിപൂർണനാണ്, അജനും നിത്യനും. അദ്ദേഹത്തിന്റെ ശാശ്വത അംശങ്ങളായ നാം എല്ലാവരും ശാശ്വതരാണ്. നാം എന്നും ഉണ്ടായിരുന്നു, ഇനി ഭാവിയിൽ ഇല്ലാതാവുകയുമില്ല. നമ്മുടെ ആത്മീയ വ്യക്തിത്വം ശാശ്വതമാണ്. മുക്തിക്കു ശേഷം ജീവാത്മാവ് അവ്യക്തിഗത ബ്രഹ്മത്തിൽ ലയിക്കുമെന്നും വ്യക്തിത്വത്തിന് അറുതി വരുത്തും എന്ന സിദ്ധാന്തം ഒരിക്കലും ശരിയല്ല. വ്യക്തിസത്ത യാഥാർത്ഥ്യമല്ലെങ്കിൽ ഭഗവാൻ കൃഷ്ണൻ ഭാവിയിലോട്ടുകൂടി അത് വിരൽ ചൂണ്ടി കാണിക്കുകയില്ലായിരുന്നു. ഭഗവാൻ പറയുന്നത്, ഞാനും നീയും ഈ കാണുന്ന രാജാക്കന്മാരും എന്നും ഉണ്ടായിരുന്നു, ഇനി ഭാവിയിലും നാം എല്ലാവരും ഉണ്ടാകുക തന്നെ ചെയ്യും എന്നാണ്. മാത്രവുമല്ല, കഴിഞ്ഞ ശ്ലോകത്തിൽ ഭഗവാൻ ദേഹഭാവത്തെ തള്ളിപ്പറഞ്ഞു കഴിഞ്ഞു. വ്യക്തിഭാവം നിലനിൽക്കുന്നത് ഇവിടെ ആധ്യാത്മിക തലത്തിലാണ്. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാനോട് അസൂയ ഉള്ള ഒരാൾക്ക്
ഈ മഹത് ഗ്രന്ഥം അപ്രാപ്യമാണ്. തേൻകുപ്പിക്കു മീതെ നക്കുന്ന തേനീച്ചകളുടെ പോലുള്ള സമീപനമാണ് അവർക്കുള്ളത്. ഒരു ഭക്തന് മാത്രമേ ഈ തേനിന്റെ യഥാർത്ഥ മാധുര്യം ആസ്വദിക്കുവാൻ കഴിയുകയുള്ളൂ. ഒരു ഭക്തന് നന്നായി അറിയാം പരിപൂർണ സത്ത രൂപരഹിതനല്ലെന്നും അദ്ദേഹം സച്ചിദാനന്ദ വിഗ്രഹനും ശാശ്വതനുമാണ്. അദ്ദേഹത്തിന്റെ വിഭിന്ന അംശങ്ങളായ നാമും ശാശ്വതരാണ്. നമ്മുടെ ആത്മീയ വ്യക്തിത്വം പണ്ടേയുണ്ട്, ഇനി ഭാവിയിൽ അത് ഉണ്ടാകുക തന്നെ ചെയ്യും. നാം ആരെക്കുറിച്ചോർത്തും ദുഃഖിക്കേണ്ട ആവശ്യമില്ല. നാം എല്ലാവരും എന്നും ഉണ്ടാകുക തന്നെ ചെയ്യും. ഹരേ കൃഷ്ണ, പ്രണാം. ശ്രീല പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്. ഹരേ കൃഷ്ണ.